സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയായി കീം പരീക്ഷാ ഫലം ഹൈക്കോടതി റദ്ദാക്കി. റാങ്ക് ലിസ്റ്റ് പുനഃക്രമീകരിക്കണമെന്ന് നിർദ്ദേശിച്ചാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവ്. അലോട്ട്മെന്റ് ആരംഭിക്കാനിരിക്കെ വന്ന ഉത്തരവ് വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കി. ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകാനാണ് സർക്കാരിന്റെ നീക്കം. തുടർ നടപടികളെക്കുറിച്ച് നാളെ മന്ത്രിസഭയിൽ ആലോചിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. കോടതി വിധി ലഭ്യമായിട്ടില്ല. കോടതി വിധി ലഭിച്ചതിന് ശേഷം ക്യാബിനറ്റിൽ തന്നെ ആലോചിച്ച് യുക്തമായ തീരുമാനമെടുക്കും. നമ്മുടെ എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു ഫോർമുലയാണ് അവലംബിച്ചത്. അത് ക്യാബിനറ്റിൽ കൂടി അംഗീകരിച്ചതിന് ശേഷമാണ് അത് നടപ്പാക്കിയത്. അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിധി മുഖ്യമന്ത്രിയായും ക്യാബിനറ്റ് മറ്റ് മിനിസ്റ്റേഴ്സുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാമെന്നാണ് കരുതുന്നത്. വിഷ്ണു സുരേഷും ആർ ശ്രീജിത്തും വിവരങ്ങൾ നൽകും. വിഷ്ണു, കോടതി ഉത്തരവിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? എന്തൊക്കെ നിയമപരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഈ പരീക്ഷാ ഫലം റദ്ദാക്കിയിരിക്കുന്നത്? വിജയകുമാർ, ഏകീകരണത്തിൽ മാറ്റം വരുത്തിയ, അതായത് CBSE വിദ്യാർത്ഥികളുടെ മാർക്ക് ഏകീകരണത്തിൽ മാറ്റം വരുത്തിയ സർക്കാർ നടപടി റദ്ദാക്കിക്കൊണ്ടാണ് സിംഗിൾ ബെഞ്ചിന്റെ പുതിയ ഉത്തരവ്. ഇതിൽ പ്രധാനമായും പറയുന്നത് പ്രവേശന നടപടികളുടെ അന്തിമഘട്ടത്തിൽ പ്രോസ്പെക്റ്റീവിൽ മാറ്റം വരുത്തിയത് തെറ്റാണെന്ന് ഹൈക്കോടതി പറഞ്ഞു. മാർക്ക് ഏകീകരണം നിയമവിരുദ്ധവും ഏകപക്ഷീയവുമാണെന്നാണ് കോടതി വ്യക്തമാക്കിയത്. പ്രോസ്പെക്ട് പ്രസിദ്ധീകരിച്ച ശേഷം വെയിറ്റേജ് മാറ്റിയത് നിയമപരമിൽ നിന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയിൽ CBSE വിദ്യാർത്ഥികൾ അവർ ഹർജി നൽകിയത്. അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ 2011 മുതൽ 1:1:1 എന്ന റേഷ്യോയിലാണ് ഈ റാങ്ക് അടക്കം പ്രസിദ്ധീകരിച്ചിരുന്നത്. പക്ഷേ നിലവിൽ 5:3:2 എന്ന പുതിയ പരിഷ്കാരം, പുതിയ ഫോർമുല സംസ്ഥാന സർക്കാർ അവലംബിച്ചിരുന്നു. ഇത് ഈ CBSE വിദ്യാർത്ഥികളോടുള്ള ഒരു വെല്ലുവിളിയായാണ് കോടതിയിൽ അവർ അവതരിപ്പിച്ചത്. അത് തന്നെ കോടതിയും പറഞ്ഞു. ഇത് ഏകപക്ഷീയമായ ഒരു പരിഷ്കാരം എന്ന രീതിയാണ് കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇനി അവർ തുടർ നടപടികൾ എന്താണ് സ്വീകരിക്കുന്നത് ഏറെ നിർണായകമാണ്. സ്വാഭാവികമായും അപ്പീലിന് പോകുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കും. ആർക്കും ഒരു തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഫേവറുകൾ ചെയ്യുന്നതിന് വേണ്ടിയല്ല പുതിയ ഫോർമുലകൾ അവലംബിപ്പിച്ചതെന്ന് തന്നെ നിലപാടിലാണ് സംസ്ഥാന സർക്കാർ ഉള്ളത്. അത് ഡിവിഷൻ ബെഞ്ചിന് പുതിയ ഹർജിയുടെ അപ്പീലിന്റെ ഭാഗമായി അത് കോടതിയെ കൂടുതൽ കാര്യക്ഷമമായി വ്യക്തമാക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വിജയകുമാർ. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഒരു അപ്രതീക്ഷിത തിരിച്ചടിയും അപ്രതീക്ഷിത പ്രതിസന്ധിയുമാണ് ഹൈക്കോടതി ഉത്തരവ് സർക്കാരിനെ സംബന്ധിച്ച്. എങ്ങനെ മറികടക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഈ കോടതിയിലെ തിരിച്ചടി? വിജയകുമാർ, സർക്കാരിന് മുമ്പിൽ ഒരു പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ് കോടതി ഇടപെടൽ. കഴിഞ്ഞ ജൂൺ 30 ചേർന്ന മന്ത്രിസഭായോഗമാണ് എഞ്ചിനീയറിംഗ് പ്രവേശന പട്ടിക തയ്യാറാക്കുന്ന സമീകരണ പ്രക്രിയയിൽ കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് മാർക്ക് കുറയുന്ന സ്റ്റാൻഡർഡൈസേഷൻ രീതി അവസാനിപ്പിക്കാനും തമിഴ്നാട് മാതൃക പിന്തുടരാനുമുള്ള തീരുമാനമെടുത്തത്. ഇപ്പോൾ നിലവിൽ ഈ പുതിയ രീതി അവലംബിക്കുന്നതിന് മുമ്പ് സംസ്ഥാനത്ത് നിലവിലുണ്ടായിരുന്നത് എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിലെ സ്കോറും +2 അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷകളിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വിഷയങ്ങളിൽ നേടിയ മാർക്കും തുല്യ അനുപാതത്തിൽ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സമീകരണ പ്രക്രിയയായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത്. അതിൽ മാറ്റം വരുത്തിയാണ് വിവിധ സ്ട്രീമുകൾ പഠിക്കുന്ന +2 പാസ്സായ ആളുകളിലെ മാർക്കുകൾ തുല്യമായ അനുപാതത്തിൽ പരിഗണിക്കുന്ന 100 മാർക്കിൽ പരിഗണിക്കുന്ന രീതി അവലംബിച്ചത്. ഇത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു തീരുമാനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് അവരുടെ പരാതി പരിഗണിച്ചുകൊണ്ടാണ് സർക്കാർ തീരുമാനമെടുത്തത്. അപ്പോഴാണ് CBSE വിദ്യാർത്ഥികൾ തങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കുന്നെന്ന് ചൂണ്ടിക്കാണിച്ച് കോടതിയിൽ പോയത്. ഇവിടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു പ്രധാനപ്പെട്ട പാകപ്പിഴ എന്ന് പറയുന്നത് ഈ അവസാന നിമിഷം ഈ തീരുമാനമെടുത്തുവെന്നതാണ്. സാധാരണ ഈ കീമിന് അപേക്ഷ ക്ഷണിക്കുന്ന സമയത്ത് പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി പുതിയൊരു സമീകരണ പ്രക്രിയ അവലംബിച്ചതാണ് കോടതിയിൽ നിന്ന് ഇത്തരമൊരു തിരിച്ചടി ഉണ്ടാകാൻ കാരണം. എന്നാൽ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് നിലവിലുള്ള സ്റ്റാൻഡർഡൈസേഷൻ രീതിയിലൂടെ 15 മുതൽ 20-30 മാർക്ക് വരെ നഷ്ടമാകുന്നെന്ന പരാതിയുണ്ട്. ആ പരാതി പരിഗണിച്ചുകൊണ്ടാണ് തീരുമാനമെടുത്തത്. അപ്പോൾ മറ്റ് CBSE വിദ്യാർത്ഥികളുടെ ബാലൻസ് നഷ്ടമായി. ഇങ്ങനെ ഒരു പ്രശ്നത്തിന് ഒരു പോംവഴി കണ്ടെത്താനായില്ലെങ്കിൽ പ്രവേശന നടപടികളടക്കം വൈകുന്ന സ്ഥിതി ഉണ്ടാകും. ഇതര സംസ്ഥാനങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ ഒഴുകി ഇവിടെ പ്രവേശന നടപടികൾ വൈകുമ്പോൾ ഇതര സംസ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ കോളേജുകളിലേക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ ഒഴുക്ക് കൂടാനും അത് ഇടയാക്കും. അതുകൊണ്ട് തന്നെ ഒരു പരിഹാരം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ആ പരിഹാരത്തിന് ഈ അവസാന നിമിഷം സ്വീകരിച്ച ഒരു മാർഗമാണ് പ്രശ്നമായത്. പ്രോസ്പെക്ടസിൽ നേരത്തെ തന്നെ മാറ്റം വരുത്തി ഈ പരീക്ഷയ്ക്ക് അപേക്ഷ ക്ഷണിച്ച ഘട്ടത്തിൽ തന്നെ ഇത് നടപ്പിലാക്കണമായിരുന്നു. അതാണ് ഇപ്പോൾ പ്രശ്നത്തിനിടയാക്കിയിരിക്കുന്നത്.
യെസ്, പരീക്ഷ കഴിഞ്ഞ റിസൾട്ട് വരുന്നതിന് തൊട്ടു മുമ്പ് പ്രോസ്പെക്ടസിൽ വരുത്തിയ മാറ്റങ്ങളാണ് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത്. അതൊരു സങ്കീർണമായ നിയമപ്രശ്നമാണ്. അതെങ്ങനെ മറികടക്കും എന്നതാണ് സർക്കാർ ആലോചിക്കുന്നത്. അപ്പീൽ നൽകും ഡിവിഷൻ ബെഞ്ചിൽ എന്നതാണ് പ്രാഥമിക തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. മന്ത്രിസഭാ യോഗത്തിൽ നാളെ ഈ വിഷയം ചർച്ച ചെയ്യുമെന്നാണ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചത്.